Hi friends, welcome to Commerce Bytes. I hope you people are all doing well. Commerce കേരള സെറ്റ് പ്രിപ്പറേഷൻസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ശ്രദ്ധയ്ക്ക് നമ്മൾ 3 വീഡിയോസാണ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നത്. 2 പേപ്പർ 1-നും അതുപോലെ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പേപ്പർ 2 കൊമേഴ്സിന് വേണ്ടിയിട്ടാണ്. ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ ഒരു 5-6 വീഡിയോസ് കൊമേഴ്സിന് വേണ്ടി സ്പെഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇഫ് യു പീപ്പിൾ ആർ ന്യൂ, യു പീപ്പിൾ ക്യാൻ ഗോ സെർച്ച് ഇൻ ആ പ്ലേലിസ്റ്റ്. അവിടെ കൊമേഴ്സിന് വേണ്ടിയിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ യു പീപ്പിൾ ക്യാൻ ഫൈൻഡ് ഓൾ ദീസ് വീഡിയോസ് വി ഹാവ് ക്രിയേറ്റഡ് ഓൺ QT, FM. Likewise, we have created more videos are upcoming till your exam. നമ്മളുടെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എക്സാം അതായത് August 14, 2021 തന്നെ നമ്മുടെ പോർഷൻസ് എല്ലാം കവർ ചെയ്യണം എന്നാണ്. ലെറ്റ് us ലുക്ക് ഫോർവേഡ് വാട്ട് ക്യാൻ വി ഡു ഫോർ ദാറ്റ്. ഓക്കെ, സോ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് നമ്മളുടെ ട്രഡീഷൻ മെത്തേഡ്സ് ആണ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനിലുള്ളത് ട്രഡീഷണൽ മെത്തേഡ്സ് ആണ് നമ്മൾ ഇന്നലെ കവർ ചെയ്തത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈം അഡ്ജസ്റ്റഡ് മെത്തേഡ് ഓർ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് എന്ന് പറയുന്ന കുറച്ച് മെത്തേഡ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് ഇന്നലെ ഞാൻ സ്പെസിഫൈ ചെയ്തിരുന്നു കൺസിഡറേഷൻ ഓഫ് ടൈം വാല്യൂ ഓഫ് മണി ഈ പറഞ്ഞ ട്രഡീഷൻ മെത്തേഡ്സിൽ കംപ്ലീറ്റ് ആയിട്ട് ഇല്ല, ദേ ഇഗ്നോർ ടൈം വാല്യൂ ഓഫ് മണി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എന്നോട് കുറച്ചധികം സ്റ്റുഡൻസ് ചോദിച്ചു, മാം ടൈം വാല്യൂ ഓഫ് മണി ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ ഒന്ന് പറഞ്ഞു തരാമോ എന്ന്. ആൻഡ് ഹിയർ ഇസ് യുവർ എക്സാമ്പിൾ. അതായത് നമ്മളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിനാരിയോയിൽ 1000 rupees എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് ഓക്കെ ദാറ്റ്സ് 1000 എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ പണ്ട് ഒക്കെ 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാവ് 1000 എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. മനസ്സിലായോ? അത് തന്നെയാണ് ടൈം വാല്യൂ ഓഫ് മണി. ദ ഫാക്ട് ദാറ്റ് rupee earned today has more value than the rupee earned after 5 years. ഇപ്പോൾ നമ്മൾക്ക് 1 ലക്ഷം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വാട്ട് അബൌട്ട് ലൈക്ക് വാവ് ആണ്. 5 കൊല്ലം കഴിയുമ്പോൾ ഈ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ ലാക്ക് റുപ്പീസ് എന്ന് പറയുന്നത് അതിന് വലിയ വാല്യൂ ഇല്ലാതെയാവും. അപ്പോൾ ആ ഒരു സമയത്ത് വല്ല 10 lakhോ അല്ലെങ്കിൽ 20 lakh ഒക്കെ ആയിരിക്കും ഓക്കെ ലിറ്റിൽ വാവ് എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടാവുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ഇറ്റ്. ഇനി നമ്മളുടെ മെയിനായിട്ടുള്ള ഫോക്കസ് ആയിട്ടുള്ള കുറച്ച് മെത്തേഡിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതായത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ, IRR, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. നമ്മളുടെ എക്സാമിനേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഈ 3 ആൻഡ് ഈ ഒരു വീഡിയോൻ്റെ ഇൻ ബിറ്റ്വീനായിട്ടും അതുപോലെ തന്നെ അറ്റ് ദ എൻഡായിട്ടും ഞാൻ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വി വിൽ ബി ഡിസ്കസിങ്. ഓക്കെ, സോ വിത്തൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ടു അവർ ഫസ്റ്റ് മെത്തേഡ്, നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ടേക്ക് അപ്പ് ബുക്ക് ആൻഡ് പെൻ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, കൊമേഴ്സ് ബൈറ്റ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നിങ്ങൾ റെഗുലറായിട്ട് കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കീപ്പ് എ പെൻ ആൻഡ് ബുക്ക് ഫോർ ദിസ് ചാനൽ. ബിക്കോസ് നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് വരെ കവർ ചെയ്താണ് നിങ്ങൾക്ക് ആ ഒരു പോർഷൻ അത്ര 100% ഗ്യാരണ്ടിയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ യു പീപ്പിൾ ഷുഡ് ഡു വേ ഇൻ യുവർ വേ, റൈറ്റ്? നിങ്ങൾ അത്ര കേരള സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യണം എന്നുള്ള അത്ര സിൻസിയറിറ്റി ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ യു പീപ്പിൾ വിൽ ഡെഫിനറ്റ്ലി കീപ്പ് എ ബുക്ക് ആൻഡ് പെൻ. വെറുതെ ബുക്കും പെന്നും വെച്ചിട്ട് കാര്യമില്ല, അതിലേക്ക് ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അത് നിങ്ങളുടെ റിവ്യൂ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് ഞങ്ങൾക്ക് 100% വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്താണെങ്കിലും പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. സോ നമുക്ക് ടോട്ടലായിട്ട് 2 ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ആണുള്ളത്. ട്രഡീഷൻ മെത്തേഡ്സും അതുപോലെ തന്നെ ടൈം അഡ്ജസ്റ്റഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്സ് എന്ന് പറഞ്ഞ 2 ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ആണുള്ളത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്സിൻ്റെ 3 ടൈപ്സ് ആണ്. ഓക്കെ, 3 ടൈപ്പ് ഓഫ് മെത്തേഡാണ്. നിങ്ങൾ തൊട്ട് മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ. അതിനുള്ള സോഴ്സ് ഞാൻ പറഞ്ഞു തന്നു. കൊമേഴ്സ് ബൈറ്റ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാൽ അവിടെ പ്ലേലിസ്റ്റ് ഉണ്ടാവും. കൊമേഴ്സ് എന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസും അതിലേക്ക് ഇൻക്ലൂഡഡ് ആയി വരും. സോ യു പീപ്പിൾ ക്യാൻ സെർച്ച് ദ വീഡിയോസ് ദെയർ ആൻഡ് യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി വാച്ച് ദ പേപ്പർ 1 സീരീസ്. ഓക്കെ, നമ്മൾ 2018 ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. 2019 2 സെക്ഷനായിട്ട് ഉണ്ടല്ലോ, നമുക്ക് ജൂലൈ ഉണ്ട് പിന്നെ ഫെബ്രുവരി ഉണ്ട്. ആ 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കഷൻ കഴിഞ്ഞു. ആൻഡ് 2020 കഴിഞ്ഞു.
പിന്നെ വി ഹാവ് ക്രിയേറ്റഡ് ഹയർ എഡ്യൂക്കേഷൻ സീരീസ്, അങ്ങനെ ഇങ്ങനെ കുറേ സീരീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഇഫ് യു പീപ്പിൾ ആർ എ സീരീസ് കാൻഡിഡേറ്റ്, ഗോ സെർച്ച് all the videos and check out all the videos and grab all the information. Okay. അപ്പോൾ ഇനി സമയം കളയാതെ നമുക്ക് തുടങ്ങാം. നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ ദ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓഫ് ക്യാഷ് occurring during the entire life of the project is determined separately for each year by discounting these flows by the firm's cost of ക്യാപിറ്റൽ ഓർ പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ഒരു പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ഉണ്ടാവുമല്ലോ. നമ്മളൊരു പ്രൊജക്റ്റിൽ ഒരു എൻറ്റയർ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇൻഫ്ലോസും ഉണ്ടാവും ഔട്ട്ഫ്ലോസും ഉണ്ടാവും. നമുക്ക് വരുന്ന റെസിപ്റ്റ്സും പേയ്മെൻറ്റ്സും അല്ലേ, അത് ഓരോ ഇയറിലും സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഡിസ്കൗണ്ടിങ് ടെക്നിക്ക് വഴി നമ്മൾ ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ പോയിന്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് നൗ ജമ്പിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്. അതായത് നമ്മളിപ്പോൾ ആ ഒരു പോയിന്റിൽ സ്പെസിഫൈ ചെയ്തിരുന്നു, അതായത് ഒരു പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ് ഉണ്ട് എന്നുള്ളത്. ഈ പ്രീ ഡിറ്റർമൈൻഡ് റേറ്റിനെ നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് എന്നും അതുപോലെ തന്നെ കട്ട് ഓഫ് റേറ്റ് എന്നും പറയും. ഓക്കെ, ഈ ഒരു റേറ്റ് സെലക്ട് ചെയ്യുന്നത് മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു കട്ട് ഓഫ് റേറ്റ് അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ദ റേറ്റ് ഷുഡ് ബി മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ബിലോ വിച്ച് ദ ഇൻവെസ്റ്റർ കൺസിഡർഡ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് പേ ഹിം ടു ഇൻവെസ്റ്റ്. ഓക്കെ, സോ അതാണ് കട്ട് ഓഫ് റേറ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ഇറ്റ് റൈറ്റ്. ഇനി നമ്മളുടെ എക്സാമിനേഴ്സിൻ്റെ മെയിനായിട്ടൊരു ഫേവറേറ്റ് ഏരിയ ആണ്, അതായത് ഇഫ് ദ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഇസ് പോസിറ്റീവ് ഓർ സീറോ. ഓക്കെ, ദാറ്റ് ഈസ് വെൻ ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഇസ് ഹയർ ദാൻ ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണെങ്കിൽ ദ പ്രപ്പോസൽ മേ ബി ആക്സെപ്റ്റഡ്. എല്ലാ സ്റ്റുഡൻസിൻ്റെയും മെയിനായിട്ട് ഒരു കൺഫ്യൂസിങ് ഏരിയ ആണ്. അതായത് ഇപ്പോൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് പോസിറ്റീവും അത് അല്ലെങ്കിൽ സീറോ ആണെന്ന് വിചാരിക്കൂ. അതായത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ആണ് ഔട്ട്ഫ്ലോസിനേലും കൂടുതൽ. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ എന്താണ് 100 രൂപ ഉണ്ട്, നമുക്ക് ചിലവായത് 50 രൂപ. ഓക്കെ, ആ ഒരു കണക്കിലാണെങ്കിൽ അത് ആ ഒരു പ്രപ്പോസൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, നമുക്ക് പൈസ കിട്ടും എന്നുള്ളത് നമുക്ക് ഉറപ്പായി. സോ ആ ഒരു പ്രപ്പോസൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഉൾട്ടയാണ് അതിൻ്റെ റിജക്റ്റ് ചെയ്യുന്നത്. അതായത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഇസ് ലെസ് ദാൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ, ദ പ്രപ്പോസൽ ഷുഡ് ബി റിജക്റ്റഡ്. ഈ ഒരു പോയിന്റ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടോ, കാരണം ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പല പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്ട്സ്, അതായത് ഒന്ന് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ മറ്റൊന്ന് റിജക്റ്റ് ചെയ്യും. ആ ഒരു ടൈപ്പ് ഓഫ് നമ്മൾ പഠിച്ചില്ലേ. സോ ഇൻ കേസ് ഇങ്ങനെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളുടെ പ്രൊജക്ട്സ് എല്ലാം റാങ്ക് ചെയ്യണം. റാങ്ക് ഇൻ ദ സെൻസ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള നെറ്റ് പ്രസൻറ്റ് വാല്യൂ, മാക്സിമം പോസിറ്റീവ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ആരാണോ തരുന്നത് അവരെ നമ്മൾ ഹയസ്റ്റ് റാങ്കിലിട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഡിക്രീസിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ സ്റ്റാൻഡപ്പ് ചെയ്യണം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ബെസ്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് ആരാണോ തരുന്നത് ആ ഒരു പ്രൊജക്റ്റ് വേണം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ഇറ്റ്. സോ ഞാനിപ്പോൾ പറഞ്ഞ 2 കാര്യങ്ങളും നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അതായത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഇഫ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് അങ്ങനെയുള്ള കേസിൽ പ്രപ്പോസൽസാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ആ പ്രപ്പോസൽ റിജക്റ്റ് ചെയ്യും. പിന്നെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്ട്സ് ആണെങ്കിൽ നമ്മളതിനെ ഹയസ്റ്റ് വെച്ച് റാങ്ക് ചെയ്യും. എങ്ങനെ? പോസിറ്റീവ് NPA വെച്ചിട്ട് നമ്മൾ ഡിസെൻഡിങ് ഓർഡറിൽ റാങ്ക് ചെയ്യും. എന്നിട്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് നമ്മൾ സെലക്ട് ചെയ്യും അഥവാ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, without much delay let's move to the next method, അതായത് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ മെത്തേഡ്, അതായത് നമ്മളുടെ ഡിസ്കൗണ്ടിങ് മെത്തേഡിൽ വരുന്ന രണ്ടാമത്തെ മെത്തേഡ്. ഓക്കെ, ഈ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഈ ഒരു ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡിന് കുറേയധികം പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, സോ സ്റ്റുഡൻസ് മാറിപ്പോയി അവർ NPV ആയിരിക്കും മാർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് IRR മെത്തേഡാണ് which is having so many names. So internal rate of return method, this method takes into account the time value of money and
Internal rate of return method is also known as time adjusted rate of return, discounted cash flow, discounted rate of return, yield method, trial and error yield method. ഈ ഇത്രയും മെത്തേഡ്സ് നിങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്തിടുന്നത് നല്ലതാണ്. കാരണം ഏതാണ് നമ്മളോട് ചോദിക്കുന്നതെന്ന് നമുക്ക് നെവർ ബീൻ എക്സ്പെക്റ്റഡ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് NPV അതായത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പറഞ്ഞുതരും. അതായത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡിൽ പറയുന്നത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഇസ് ഡിറ്റർമൈൻഡ് ബൈ ഡിസ്കൗണ്ടിങ് ദ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ഓഫ് ദ പ്രൊജക്റ്റ് അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് ഓർ സ്പെസിഫൈഡ് റേറ്റ് കോൾഡ് കട്ട് ഓഫ് റേറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഒരു കട്ട് ഓഫ് റേറ്റിൻ്റെ കാര്യം. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഡിസ്കൗണ്ടിങ് ദ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ഓഫ് ദ പ്രൊജക്റ്റ്. നമ്മളുടെ ഫ്യൂച്ചറിൽ വരുന്ന ക്യാഷ് ഫ്ലോസ് ഇല്ലേ പ്രൊജക്റ്റിൻ്റെ, ആ ഒരു ക്യാഷ് ഫ്ലോസ് ഡിസ്കൗണ്ട് ചെയ്യും. അത് എങ്ങനെ? അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് സ്പെസിഫിക് റേറ്റ്, ആ ഒരു റേറ്റിനെയാണ് കട്ട് ഓഫ് റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് അവർ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബട്ട് അണ്ടർ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ cash flows of the project are discounted at a suitable rate by hit and trial method, which equates net present value so calculated to the amount of the investment. അവർ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് വെച്ച് ഇക്വേറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് അവിടെ അവർ യൂസ് ചെയ്യുന്നത്. അതായത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോ ഇസ് ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ, ക്യാഷ് ഇൻഫ്ലോ. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ പോയിൻ്റ് നിങ്ങളൊരു സ്കെച്ച് വെച്ച് മാർക്ക് ചെയ്യുന്നത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. കാരണം നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ഒരു പോയിൻ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോ ഇസ് ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ യു പീപ്പിൾ വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് വാല്യുബിൾ പോയിൻറ്റ്സ്. ഓക്കെ, സോ ഇൻ ദിസ് മെത്തേഡിൽ പറയുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് റേറ്റ് ഇസ് ഡിറ്റർമൈൻഡ് ഇൻറ്റേർണലി. ദിസ് മെത്തേഡ് ഇസ് കോൾഡ് ആസ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നല്ലേ. സോ അവരുടെ ആ ഒരു ഡിസ്കൗണ്ട് റേറ്റ് അവർ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇൻറ്റേർണലി ആണ്. ഓക്കെ, പോയിന്റ് കൂടെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചോളൂ. അതായത് ഇറ്റ് ഈക്വേറ്റ്സ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സ്പെക്റ്റഡ് നെറ്റ് ക്യാഷ് ഫ്ലോസ് വിത്ത് ഇനീഷ്യൽ ക്യാഷ് ഔട്ട് ഫ്ലോസ്. ഇതും ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് തന്നെയാണ്. ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് മെത്തേഡ് ഇക്വേറ്റ്സ് പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സ്പെക്റ്റഡ് നെറ്റ് ക്യാഷ് ഫ്ലോസ് വിത്ത് ഇനീഷ്യൽ ക്യാഷ് ഔട്ട് ഫ്ലോസ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഓടിപ്പോയിട്ട് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് എന്ന് ലോക്ക് ചെയ്യും. പക്ഷേ അതല്ല ആൻസർ. ആ ഒരു പെർട്ടിക്കുലർ മെത്തേഡ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് മെത്തേഡാണ്. ഓക്കെ, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. സോ you people should do not be confused with net present value method അതുപോലെ തന്നെ internal rate of return method. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള പോയിൻറ്റ്സ് ഇവിടെ ആഡ് ഓൺ ചെയ്യുന്നത്. ഓക്കെ, and one more point let me added with this. Interim cash flows are reinvested at the rate of return, that is internal rate of return. ഇൻട്രിം ക്യാഷ് ഫ്ലോസ്, അതായത് ഇൻ ബിറ്റ്വീൻ ആയിട്ട് വന്ന ക്യാഷ് ഫ്ലോസ് ഇല്ലേ, ദാറ്റ് വിൽ ബി റീഇൻവെസ്റ്റഡ് അറ്റ് ദ റേറ്റ് ഓഫ് റിട്ടേൺ. അത് ഏതാണ്? ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇൻട്രിം ക്യാഷ് ഫ്ലോസ് റീഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏത് മെത്തേഡിലാണ്? ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. സോ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്ത 3 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് കിട്ടിയത്. ഓക്കെ, ഫസ്റ്റ് വൺ present value of cash outflows is equal to present value of expected cash inflow. Second point നമ്മൾ നോക്കിയത് equates present value of expected net cash flow with initial cash outflow. Third one, interim cash flows are reinvested at rate of return എന്ന് പറയുന്നതും internal rate of return ആണ്. The next and the final method, that is profitability index method or benefit cost ratio. ഈ ഒരു പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡിന് പറഞ്ഞ പോലെ കുറച്ചധികം പേരുകളുണ്ട്. സോ ബി കെയർഫുൾ വിത്ത് ദ നെയിംസ്. ഈ ഒരു പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൻ്റെ മറ്റൊരു പേരാണ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്നുള്ളതും അതുപോലെ തന്നെ ഡിസൈറബിലിറ്റി ഫാക്ടർ എന്ന് വിളിക്കുന്നതും ഈ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിനെ തന്നെയാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. സോ ഈ ഒരു കാര്യം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ. അതായത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസും അതുപോലെ തന്നെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസും തമ്മിലുള്ള ഒരു റിലേഷൻ കാണിക്കുന്നത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിലാണ്. മാറിപ്പോരുത്, അത് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ല, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആണ്. ഓക്കെ.
ആൻഡ് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ന്യൂമറേറ്റർ തന്നെ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ലേ, അതായത് ആദ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ്. ഓക്കെ, ഇനി ഈ ഒരു സെക്ഷനിൽ എനിക്ക് ആഡ് ഓൺ ചെയ്യാനുള്ള പോയിന്റ്, പ്രപ്പോസൽ ഈസ് ആക്സെപ്റ്റഡ് ഇഫ് ദ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഇസ് മോർ ദാൻ 1 ആൻഡ് റിജക്റ്റഡ് ഇൻ കേസ് ഓഫ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഇസ് ലെസ് ദാൻ 1. അതായത് നമ്മൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂവിൽ ഡിസ്കസ് ചെയ്തില്ലേ, അതായത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ പോസിറ്റീവും അല്ലെങ്കിൽ 0 ആണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ഇപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുമെന്ന്. ആ സെയിം സംഭവം തന്നെയാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൽ പറയുന്നത്. അതായത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഇപ്പോൾ മോർ ദാൻ 1 ആണെങ്കിൽ, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മോർ ദാൻ 1 എന്നുള്ളത് കണ്ടാലാണ് നമ്മൾക്ക് ഈ ഒരു പ്രൊപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് മനസ്സിലാവുന്നത്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മോർ ദാൻ 1 ആണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യും, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും. ഓക്കെ, അല്ലെ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാനുള്ള പോയിൻറ്റ്സ്, പ്രൊജക്ട്സ് ആർ ഡിവിസിബിൾ അണ്ടർ ക്യാപിറ്റൽ റേഷനിങ് ആൻഡ് അപ്രോപ്രിയേറ്റ് പ്രൊജക്ട് അപ്രൈസൽ എന്ന് പറയുന്ന പോയിന്റ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡാണ്. ഓക്കെ, ദ പ്രൊജക്ട്സ് ദാറ്റ് ആർ ഡിവിസിബിൾ അണ്ടർ ക്യാപിറ്റൽ റേഷനിങ് ആൻഡ് അപ്രോപ്രിയേറ്റ് പ്രൊജക്ട് അപ്രൈസൽ എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആണ്. ഓക്കെ, ഇനി അറ്റ് ദ എൻഡായിട്ട് നിങ്ങൾ 2 പോയിന്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ. അതായത് IRR, ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത ആ ഒരു മെത്തേഡ്, IRR of project is discount rate which reduces NPV to 0. അതായത് IRR എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റിൻ്റെ IRR എന്ന് പറയുന്നത് അത് ഒരു ഡിസ്കൗണ്ട് റേറ്റ് ആണ്, വിച്ച് റെഡ്യൂസസ് NPV to 0. NPV 0യിലേക്ക് എത്തിക്കാനുള്ള ഒരു ഡിസ്കൗണ്ട് റേറ്റ് ആണ് IRR എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്ന് നമ്മൾക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റ് ഹൈലൈറ്റ് ചെയ്തിട്ടോ പഠിച്ചോ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യും വെൻ IRR ഇസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇപ്പോൾ നമ്മൾ കുറച്ച് കണ്ടീഷൻ പറഞ്ഞില്ല, ഇപ്പോൾ NPVക്ക് ഇങ്ങനെയാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യും, PIക്ക് അതായത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിന് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുമെന്ന്. അതുപോലെ തന്നെ IRRന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേലും എക്സീഡ് ചെയ്യുകയാണ് IRR എങ്കിൽ പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പ്രൊപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യും. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഗെറ്റിംഗ് ഓൾ ദ പോയിൻറ്റ്സ്. ബാക്കിയുള്ള പോയിൻറ്റ്സ് ഞാൻ നാളത്തെ വീഡിയോയിലായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഡു നോട്ട് മിസ് ഔട്ട് ടു വാച്ച് ദിസ് video. Okay, that's it for now. Let's see in the next video. Till then, work hard and study well. Thank you.